ഓയിൽ റിൻസ്. ഇത് നമുക്ക് സൈലൻസർ സൈഡാണ്. എം കണക്ക് ഇടണം കേട്ടോ. ഇത് നമ്മൾ എം മോഡൽ വരണം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം. ഇങ്ങനെ ആകുമ്പോൾ എം ആയിട്ട് വരും, തിരിച്ച് കഴിയുമ്പോൾ ഡബ്ല്യു ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആ എം മോഡൽ നമുക്ക് സെറ്റ് ചെയ്യാം. താഴെ ഈ വാൽവിൻ്റെ ഈ താഴെ ഈ സ്റ്റോപ്പറിൻ്റെ താഴെ കൊടുത്താൽ മതി. താഴെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ 4 സ്റ്റഡ് വരുന്നുണ്ടല്ലോ, ആ സ്റ്റഡിൻ്റെ മേളിൽ നമുക്ക് സെറ്റ് ചെയ്യണം. കേട്ടോ, 1 2 3 4. അപ്പോൾ കംപ്രഷൻ റിൻസ് ഒന്ന് ഇവിടെ, അടുത്തത് ഇവിടെ. ഓയിൽ റിൻസ് ഈ മോഡൽ താഴത്തെ ടേപ്പ് സെൻറ്റർ ഓറിയൻ റിൻസ് സെൻറ്റർ ഇങ്ങനെ ഇടുക, എം കണക്ക് ഇടുക. നമുക്ക് ഈ സൈഡ് ഒരു സൈഡ് ഒന്ന് സെറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്ത് നമുക്ക് അടുത്തത് ഇവിടെ. ഒത്തിരി ശ്രദ്ധിക്കാനല്ല, എല്ലാം ഒരണക്ക് വരാതിരുന്നാൽ മതി. എല്ലാം ഒരു രീതിക്ക് എല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഇതിങ്ങനെ ഇതിന് മേളിൽ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ അങ്ങനെ കിട്ടി കഴിഞ്ഞാലുള്ള നമുക്ക് ഓല് കത്തുന്നത്. പിന്നെ മാറ്റി തിരിച്ച് കിട്ടാൽ മതി. അതിനകത്തൊന്നും നമ്മൾ പ്രത്യേകിച്ചൊന്നും നോക്കാനൊന്നുമില്ല, അങ്ങനെ ഇട്ടാൽ മതി. ഇത് കംപ്രഷൻ റിൻസാണ്. ഇത് നോക്കണം നമുക്ക്. ഇത് ടോപ്പ് 1 ടോപ്പ് 2 ഉണ്ട്. അപ്പോൾ കറുപ്പ് ടോപ്പ് 2 ആട്ടാ. അത് താഴെ എണ്ണം, ടോപ്പിലല്ല, ഏറ്റവും താഴെ അതിൻ്റെ മേളിലത്തെ ആ വരയുടെ തൊട്ട് താഴെ 2 കറുപ്പ് റിൻസാണത്. അത് എഴുതിയിട്ടുണ്ട്. ടോപ്പ് 2 അത് ഇടുന്ന ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തത് ടോപ്പ് 1. എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് നോക്കിയൊന്നും വേണ്ട. റിൻസ് ഇടുമ്പോൾ ചിലർക്ക് ടെൻഷനാണ്, അത്രയും വേണ്ട. അപ്പോൾ എങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു അങ്ങോട്ട് പിസ്റ്റൺ അങ്ങോട്ട് വർക്കാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിൻസൊക്കെ അങ്ങോട്ടൊക്കെ മാറും. അതുകൊണ്ട് നമ്മൾ ഇടുമ്പോഴായിട്ട് ഇത് ഈ 4 സ്റ്റഡ് ഏത് വണ്ടിയായാലും 4 സ്റ്റഡിൻ്റെ രീതി കിട്ടാൽ മതി. കറക്റ്റായി നേരത്തെ തന്നെ വരണമെന്നൊന്നുമില്ല. ഇച്ചിരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് മൂവിങ് ആകുമ്പോൾ തന്നെ അത് റിൻസ് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അത് നിങ്ങൾക്കറിയാമല്ലോ. ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചിടുക, ബെൻഡാവാതെയും ഒടിഞ്ഞു പോകാൻ നോക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇട്ട് കാണിച്ചാൽ ഞാൻ ഇട്ട രീതി ഇങ്ങനെയാണ് നമ്മൾ ആശാനൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് ആ രീതിക്ക് ഞാനും സെറ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല. 4 സ്റ്റഡ് രീതിക്ക്. ഇവിടെ കംപ്രഷൻസ് ഇതാണ് ടോപ്പിലോട്ട് വരുന്നത്. ഇഷ്ടം ടോപ്പ് ആ മേൽഭാഗം ഇത് വരും എന്നായി. പിന്നെ ഈ ഭാഗത്തൊരു കംപ്രഷൻസിൽ ഇവിടെ ഒന്ന് വരും. അവർക്ക് തൊട്ടടുത്ത് അടുത്ത കംപ്രഷൻസ്. ഇത് രണ്ടും ഓക്കെ. അടുത്ത ഓയിൽ റിൻസ് തൊട്ട് നേരെ നമ്മൾ ആ ഇട്ട സ്പ്രിങ്ങിൻ്റെ റിൻസ് ആ എം കണക്ക് ഓയിൽ റിൻസ് നേരെ ഇങ്ങോട്ട് വരുക. താപ്പോട് ആ സയൻസിനകത്ത് നോക്കി. പിന്നെ 2 ഓയിൽ റിൻസ് അതിനൊക്കെ 4 ഷഡ് നേർക്ക്. ഒന്ന് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കണ്ടില്ല. അതിൻ്റെ വെട്ട് നേരെ ഇങ്ങോട്ട് നിൽക്കും, ഇതിങ്ങോട്ട്. അതിനൊക്കെ കംപ്രഷൻസ് ഒന്ന് ഇവിടെ സെൻട്രൽ ആ സ്പ്രിങ് റിൻസ് നമുക്ക് നേരെ രജം നോക്കി നേരെ താപ്പിട്ടുന്നത്. എല്ലാം ഒരണക്ക് വരാതിരുന്നാൽ മതി, നേർക്കാട് വരാതിരുന്നാൽ മതി. ഇങ്ങനെ മാറ്റി തിരിച്ചിട്ടാൽ മതി. പലരും പല രീതിക്കായിരുന്നത്, കമ്പനിയൊക്കെ ഈ രീതിക്കായിരുന്നത്. ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇച്ചിരി ഓയിൽ ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഓയിൽ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ആദ്യം നമ്മൾ കുറേ ചവിട്ട കിട്ടുമ്പം ഓയിൽ പമ്പിങ് കയറത്തില്ല, അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു മയം ഉണ്ടെങ്കിൽ പിസ്റ്റനകത്ത് കയറി പിടിക്കത്തില്ല. അത് ഏതായാലും എന്ത് സെറ്റ് ചെയ്താലും. നിങ്ങൾ ടോപ്പിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് പ്ലേ ഉണ്ടോ എന്ന് നോക്കണം. കൊണ്ടടി ചില പിസ്റ്റനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഏത് സിലിണ്ടർ കിറ്റ് മാറിയാലും ഞാനിങ്ങനെ നോക്കിയിട്ട് സെറ്റ് ചെയ്തോളൂ.
ചിലത് ഭയങ്കര പ്ലേ ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കൊരു തൃപ്തിയായിരിക്കും. ഉണ്ടെങ്കിൽ സൈക്കിൾ പമ്പ് വെച്ച് അടിച്ചാലും മതി. അത് ഓയിൽ പമ്പ് ചെയ്ത് കയറുന്നതാണ്. ഇതൊന്ന് കണക്റ്റായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ടൈറ്റും ആകാൻ പാടില്ല, ഒത്തിരി നമുക്ക് ഫ്രീ ആവാനും പാടില്ല. അതിലെത്തി കൊണ്ട് പോളിഷ് ചെയ്ത് ഫ്രീ ആക്കിയിട്ടുണ്ട്. അതിട്ട് പോകണം. ഇതൊക്കെ ഇതിനകത്ത് ശ്രദ്ധിക്കാം. സെൻട്രിക്കറ്റ് സെറ്റ് ചെയ്യുമ്പം ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അറിയാത്തവർക്ക് പറഞ്ഞു തരുക. എനിക്ക് പെട്ടെന്ന് പിസ്റ്റ അടിച്ചു പോകും. അത് തുണിയോ ഇച്ചിരി വേസ്റ്റോ വെച്ചിട്ടേ ലോക്ക് ഇടാവും. ഇല്ലെങ്കിൽ അത് പിന്നെ ലോക്ക് അകത്ത് പോയാൽ മെനക്കേടായി പോകും. Stop. നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സയൻസിൽ നല്ല പുകയായിരുന്നു, കഴുകിയിട്ടുണ്ട്. ഡീസൽ കിട്ടുന്ന സർവീറ്റേഷൻ കൊണ്ട് നല്ല സയൻസ് കഴുകിയിട്ടുണ്ട്, പോച്ചായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശ്രദ്ധിക്കുക. ഓല് കറക്റ്റ് സമയത്ത് ഓലുകൾ മാറുക. ബൈക്കായാലും സ്കൂട്ടറായാലും ഓലുകൾ മാറുക. ഓല് മാറിയില്ലെങ്കിൽ ഒത്തിരി ചിലവുകൾ ഉണ്ടാകേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ നമുക്ക് കാണാം.